look so wonderful in your dress. I love your hair like that, the way it falls on the side of your neck, down your shoulders and back. We are surrounded by all of these lies, and people that talk too much. You got the kind of look in your eyes as if no one knows anything but us. Should this be the last thing I see, I want you to know it's enough for me. 'Cause all that you are is all that I'll ever need. I'm so in love, so in love, so in love, so in love. You look so beautiful in this light, your silhouette over me, the way it brings out the blue in your eyes is the Tenerife Sea. And all of the voices surrounding us here, they just fade out when you take a breath. Just say the word and now we'll disappear into the wilderness. Should this be the last thing I see, I want you to know it's enough for me. 'Cause all that you are is all that I'll ever need. I'm so in love, so in love, so in love, so in love. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. കാനായിലെ വിവാഹ വിരുന്ന്.
മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹവിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശു ശിഷ്യന്മാർ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവരോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവിൻ. യഹൂദരുടെ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം പക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിനെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറി ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവർ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരി പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളിനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേളത്തെ വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്നെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവരുടെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. Over me, should this be the last thing I see? I want you to know it's enough for me. 'Cause all that you are is all that I'll ever need. So in love, so in love, so in love, 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 so in love. You look so wonderful in your dress. I love your hair like that. And in the moment I knew you better. You look so wonderful in your dress. I love your hair like that. The way it falls on the side of your neck, down your shoulders and back. We are surrounded by all of these lies, and people that talk too much. You got the kind of look in your eyes as if no one knows anything but us. Should this be the last thing I see? I want you to know it's enough for me. 'Cause all that you are is all that I'll ever need. I'm so in love, so in love, so in love, so in love. Never been the type to be told what to do. Don't need your opinion how to spend my youth. And maybe it's a curse, but I feel shatterproof. Could start a revolution just to get my kicks. Rap this crazy
അവരെ തമ്മിൽ യോജിപ്പിക്കുകയും ചെയ്ത അങ്ങയെ സ്തുതിക്കുന്നു. പൂർവ്വപിതാവായ ഇസ്ഹാക്കിനെയും അവന്റെ ദിവ്യപങ്കാളിയായ തിരഞ്ഞെടുത്ത മറിയയെയും അനുഗ്രഹിച്ച കർത്താവേ, വിവാഹ വാഗ്ദാനത്തിനായി നടന്നിരിക്കുന്ന ഈ ദാസരെ തികഞ്ഞ സ്വതന്ത്ര മനസ്സോടും തികഞ്ഞ സന്തോഷത്തോടും കൂടെ വിവാഹ വാഗ്ദാനം നടത്തുവാൻ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ അനുഭവിച്ചറിയും ഭാര്യയെ കണ്ടെത്താൻ വഴിയൊരുക്കിയ കർത്താവേ, വിവാഹ വാഗ്ദാനം നടന്നിരിക്കുന്ന ഈ ദാസരെ അനുഗ്രഹിക്കണമേ. ജീവിതം ഇഷ്ടപ്പെടുകയും നല്ല ജനങ്ങൾക്കായി ആക്ഷിക്കുകയും ചെയ്യുന്നു. സമാധാനം തേടിയതിനെ പിന്തുടരുകയും കണ്ടെത്താൻ വഴിയൊരുക്കിയ കർത്താവേ, വിവാഹവാഗ്ദാനം നടന്നിരിക്കുന്ന ഈ ദാസരെ അനുഗ്രഹിക്കണമേ. സമാധാനത്തോടുകൂടെ എല്ലാ സഹായങ്ങളും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായിരിക്കുന്നു. ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. ഗ്രഹിക്കുന്നതിനും ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾ ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം അങ്ങയെ സ്തുതിക്കുന്നതിനും കാരണത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായിരിക്കും. സമാധാനം നിങ്ങളോടുകൂടെ. പരിശുദ്ധ സുവിശേഷം അതിനാൽ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കുന്നത് പാനം ചെയ്യുന്ന ജീവനെ കുറിച്ചും എന്ത് ധരിക്കുന്ന ശരീരത്തെ കുറിച്ചും ഉൾക്കൊണ്ടാകുകയാകേണ്ട. ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ. ആകാശപ്പറകളെ നമുക്ക് വിതയ്ക്കുന്നില്ല, പെയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല. എങ്കിലും അതേ കളത്തിലോ വിലപ്പെട്ടവരാണ്. ഉത്കണ്ഠമലമായ വിനാഗിയെങ്കിലും കൂട്ടാനെങ്കിൽ ആർക്കെങ്കിലും സാധിക്കുമോ? വസ്ത്രത്തെ ആകുലരാകുന്നു. വൈദികനെ വളരിൽ നിന്ന് നോക്കുക. അധ്വാനിക്കുന്നെല്ലാം ഒന്നുമില്ല. സത്യമായോട് പറയുന്നു, സ്വർണ്ണമെപ്പോലും തന്റെ സർവമഹത്വത്തിന്റെ ഒന്നിനെ പോലെ കരുതനായിരുന്നില്ല.
ഇന്നുള്ളതും നാളെ അറിയപ്പെടുന്നതുമായ വീട്ടിനെ ദൈവപ്രകാരം അലങ്കരിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയും അലങ്കരിക്കുകയില്ല. അതിനാൽ എന്ത് ഭക്ഷിക്കും, എന്ന് പാനം ചെയ്യും, എന്ന് ധരിക്കുമെന്ന് വിചാരിച്ച് നിങ്ങളാകുലരാകല. വിചാരങ്ങളുടെ എല്ലാം അന്വേഷിക്കുന്നത് നിങ്ങൾക്കവയെല്ലാം ആവശ്യമാണെന്ന് സ്വർഗീയ പിതാവ് പറയുന്നു. നിങ്ങളാകട്ടെ അവിടുത്തെ രാജ്യവും അടുത്ത നീതിയും അന്വേഷിക്കുകയും അതോടൊപ്പം മറ്റുള്ളവരെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടും. വിവാഹമെന്ന ഉദാശ സ്വീകരിക്കുന്ന അപർണ, പ്രിയ ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഇവനും അപർണയ്ക്കും എല്ലാ ദൈവാനുഗ്രഹങ്ങളിലും നന്നായി പ്രാർത്ഥിച്ച് കഴുകി ശരിയായ ബോധ്യങ്ങളോടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ഞങ്ങളെല്ലാം അനുഗ്രഹങ്ങളും ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. വിവാഹമെന്ന ഉദാശ സ്വീകരിക്കുന്നതിന് ഒരുക്കമായി ദേവാലയത്തിൽ നടക്കുന്ന ഒരു തിരുക്കർമ്മമാണ് വിവാഹ വാഗ്ദാനം അഥവാ മനസ്സമ്മതം. ക്രൈസ്തവ വിവാഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കൺസെന്റ് അഥവാ സമ്മതം. വിവാഹം, ക്രൈസ്തവ വിവാഹം ആസാദുവാകാൻ സഭ പരിഗണിക്കുന്ന ഒരു കാരണമാണ് കൺസെന്റ് ഇല്ലായിരുന്നു എന്നുള്ളത് മാത്രമാണ്. അഥവാ കൺസെന്റ്, സമ്മതം നൽകാൻ കഴിവില്ലാത്ത ആളായിരുന്നു, അഥവാ ആ കൺസെന്റ് സമ്മതം നൽകിയത് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയായിരുന്നു എന്ന് തെളിയിക്കുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് വിവാഹം അസാധുവാകാൻ പരിഗണിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സമ്മതം, കൺസെന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ആലോചിച്ച് നൽകേണ്ടതാണ് എന്നുള്ളതുകൊണ്ട് നമ്മുടെ വിവാഹത്തിൽ വിവാഹം ഉറപ്പിക്കുക എന്ന ഒരു ചടങ്ങ് വീടുകളിൽ നടക്കാറുണ്ട്. പരസ്പരം ആലോചിച്ച് വീട്ടുകാരും അതുപോലെ തന്നെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന വധൂവരന്മാരും സമ്മതമാണ്, ഒരുമിച്ച് ജീവിക്കാൻ, വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കാൻ സമ്മതമാണ് എന്ന് അറിയിച്ചുകൊണ്ട് വിവാഹം ഉറപ്പിക്കുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് മനസ്സമ്മതം പറയുന്നത്. സഭയിൽ വെച്ച്, ദേവാലയത്തിൽ വെച്ച് ഔദ്യോഗികമായിട്ട് ചടങ്ങിനിടയിൽ അവരെ സമ്മതം പ്രഖ്യാപിക്കും. ഈ മനസ്സമ്മത കർമ്മത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഈ സന്ദേശം കഴിയുമ്പോൾ കാർമ്മികൻ രണ്ടുപേരോട് ചോദിക്കുന്നു, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ നിങ്ങൾക്ക് സമ്മതമാണോ എന്ന്. അവർ ഉറക്കെ സമ്മതം പ്രഖ്യാപിക്കും, സാക്ഷികളുണ്ടാവും, അത് രേഖപ്പെടുത്തപ്പെടും. ഇതിനുശേഷം വിവാഹം ആശീർവദിക്കുന്ന ഈ ദിവസങ്ങളുണ്ട്. വിവാഹം ആശീർവദിക്കുന്ന അവസരത്തിലും ആശീർവാദം നടക്കുന്നതിന് തൊട്ട് മുമ്പ് കാർമ്മികൻ വീണ്ടും ചോദ്യം ആവർത്തിക്കും, സമ്മതമാണോ എന്ന്. അപ്പോൾ സമ്മത പ്രഖ്യാപനം നടത്തിയതിനു ശേഷമാണ് കാര്യവും തുടർന്ന് ആശീർവാദവും അതുപോലെ പ്രതിജ്ഞയും എല്ലാം നടക്കുന്നത്. അപ്പോൾ സമ്മതം പ്രഖ്യാപിക്കുമ്പോൾ തീർച്ചയായിട്ടും രണ്ടുപേരും നന്നായി ആലോചിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങി തന്നെയാണ് സമ്മതം പ്രഖ്യാപിക്കുന്നത്. എന്നാൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, പ്രകാരം സമ്മതം പ്രഖ്യാപിച്ചാലും കുടുംബജീവിതം അനുഗ്രഹീതമായി തീരണമെങ്കിൽ ദൈവത്തിൻ്റെ വലിയ കൃപയും അനുഗ്രഹവും ആവശ്യമാണ്. ആ ദൈവകൃപ സ്വീകരിക്കാനുള്ള സന്മനസ് അഥവാ നിരന്തരം ആ കൃപയ്ക്ക് വേണ്ടി അന്വേഷിക്കാനുള്ള മനസ്സ് ദമ്പതികൾക്ക്, സ്ത്രീ പുരുഷന്മാർക്ക്, വധൂവരന്മാർക്ക് അനിവാര്യമാണ്. അതുതന്നെയാണ് നമ്മുടെ വായനയിലും വായിച്ച് നമ്മൾ കേട്ടത്. ഇതിൻ്റെ അവസാന ഭാഗത്ത് കേട്ടു, ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് കുടുംബജീവിതത്തെ വിജയകരമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പുരുഷനും സ്ത്രീയും മാത്രം ചേർന്ന ക്രൈസ്തവ വിവാഹമായിരുന്നില്ല ദൈവവും കൂടി നാട്ടിലോട്ട് ഉണ്ടാകണം. ഇപ്പം രണ്ടുപേർ ഒരുമിച്ച് ജീവിക്കുമ്പോൾ ദൈവത്തിന് തുല്യമായ സ്ഥാനം നൽകി, അഥവാ
കുടുംബജീവിതത്തിൽ പ്രവേശിക്കാനും അങ്ങനെ കുടുംബജീവിതത്തിൻ്റെ മാധുര്യം അനുഭവിക്കാനും നിങ്ങൾക്ക് സാധിക്കുക. വിശുദ്ധ ഗ്രന്ഥത്തിൽ പഴയ നിയമത്തിൽ തോബിത്തിന്റെ പുസ്തകം ആകെ 14 അധ്യായങ്ങൾ മാത്രമുള്ള തോബിത്തിന്റെ പുസ്തകം രണ്ടുപേരും വായിക്കുന്നത് നല്ലതാണ്. വിവാഹം ആസ്വദിക്കുന്നതിന് മുമ്പേ തന്നെ വായിച്ചാൽ എത്രയും നല്ലത്. കല്യാണം കഴിഞ്ഞാണ് രണ്ടുപേരും ഒരുമിച്ച് വായിക്കുന്നത് നല്ലതാണ്. തോബിത്തിന്റെ പുസ്തകമാണ് വിവാഹ ജീവിതത്തെക്കുറിച്ചുള്ള ഏറ്റവും ഹൃദ്യമായ സന്ദേശം നൽകുന്ന വിശുദ്ധ പുസ്തകം. തോബിൽ എന്ന് പറയുന്ന നല്ലൊരു അപ്പനെ അവതരിപ്പിക്കുന്നുണ്ട്. അന്ന എന്ന് പറയുന്ന ഒരു നല്ല അമ്മയെ അവതരിപ്പിക്കുന്നു. ആദ്യരാത്രിയിൽ തന്നെ ഭർത്താവ് മരിച്ചുപോയ ആ ദുരന്തം പേരുന്ന ആ ഓർമ്മകളായി വരുന്ന പെൺകുട്ടിയാണ്. 7ാമത്തെ കല്യാണമാണ് തോബിയാസുമായിട്ടുള്ളത്. ആദ്യരാത്രിയിലേക്ക് വരുമ്പോൾ തോബിയാസിന്റെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ എന്തെല്ലാമായിരിക്കും ഊഹിക്കാം. സാറായുടെ ഉള്ളിലൂടെ കടന്നു പോകുന്ന സംഘർഷങ്ങൾ ഊഹിക്കാവുന്നതാണ്. ആദ്യ രാത്രി ആരംഭിക്കുന്നത് ചെറിയ പ്രാർത്ഥനയോടുകൂടിയാണ്. രണ്ടുപേരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ തോബിയാസ് പ്രാർത്ഥിക്കും, കർത്താവേ, ഞാനിവിടെ സ്വീകരിക്കുന്നത് ജനികമായ അഭിലാഷത്താലല്ല, നിഷ്കളങ്കമായ സ്നേഹത്താലാണ്. ഇവളോടൊത്ത് വാർദ്ധക്യത്തിലെത്തുന്നതിന് എന്നെ അനുഗ്രഹിക്കണമേ. അപ്പോൾ സാറ ആമേൻ എന്ന് പറയും. അപ്രകാരം തന്നെ ആയിരിക്കട്ടെ. കുടുംബജീവിതത്തിലെ ദമ്പതികളുടെ ഏറ്റവും മനോഹരമായ പ്രാർത്ഥന വിശുദ്ധ ഗ്രന്ഥം അവതരിപ്പിക്കുന്നു. അത് തോബിലിന്റെ പുസ്തകം 8-ാം അധ്യായം 7-ാമത്തെ വചനമാണ്. ഞാനിവിടെ ജനികമായ അഭിലാഷത്താലല്ല, കുടുംബജീവിതത്തിൽ ഈ സമ്മത പ്രഖ്യാപനത്തിന്റെ പശ്ചാത്തലം പരസ്പരമുള്ള ആകർഷണം വേണം, സ്നേഹം തോന്നും, അടുപ്പം തോന്നും, ഇഷ്ടം തോന്നും. എന്നാൽ ഇതിലെല്ലാം അപ്പുറം ദൈവത്തിന്റെ വലിയ കൃപയുണ്ടെങ്കിൽ മാത്രമാണ് ജീവിതത്തിന്റെ അവസാനം വരെ ഒരുമിച്ചാകാൻ കഴിയുകയും. അച്ഛന്മാരെ സംബന്ധിച്ച് ദിവസവും ധാരാളം കേസുകൾ ഞങ്ങളുടെ മുമ്പിൽ വരും. ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ വയ്യ, ഇന്ന് ഞാൻ 2 കേസ് അറ്റൻഡ് ചെയ്തിട്ടാണ് വരുന്നത്, മുമ്പോട്ട് പോകാൻ വയ്യ, യോജിച്ചു പോകാൻ വയ്യ, പ്രയാസമാണ് എന്ന് പറയും. മാനുഷികമായ ബുദ്ധിമുട്ടാണ്. പക്ഷേ ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ പരസ്പരം ഉൾക്കൊണ്ട് പരസ്പരം അംഗീകരിച്ചു പോകാൻ കഴിയും. അതുകൊണ്ടാണ് തോബിയാസ് പ്രാർത്ഥന, ഞാനിവിടെ ജനികമായ അഭിലാഷത്താലല്ല, നിഷ്കളങ്കമായ സ്നേഹത്താലാണ് ഞാനിവിടെ സ്വീകരിക്കുന്നത്. ഇവളോടൊത്ത് വാർദ്ധക്യത്തിലെത്തുന്നതിന്, മരണം വരെ ഇവളോടൊത്ത് ഒരുമിച്ച് ജീവിക്കുന്ന കൃപ തരണമേ. ഇവനും അവരുടെയും കുടുംബജീവിതം ആരംഭിക്കുമ്പോൾ നിങ്ങളുടെ ആദ്യ പ്രാർത്ഥന, പ്രധാനപ്പെട്ട പ്രാർത്ഥന, എല്ലാ ദിവസവും ഉണ്ടാകേണ്ട പ്രാർത്ഥന മരണം വരെ ഒരുമിച്ചായിരിക്കും. അത് ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കും. അതുകൊണ്ടാണ് പഠനം ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതി അന്വേഷിച്ചുണ്ടാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുന്നത്. അപ്പോൾ ഒരുമിച്ച് മരണം വരെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ദൈവം നിങ്ങളുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കട്ടെ. ധാരാളം മക്കളത്, ഒരാളല്ല, 2 പേരല്ല, ധാരാളം മക്കളത്. വീട്ടിലേക്ക് ഒരു ഇഷ്ടംപോലെ മക്കളുണ്ടാകും. നമ്മൾ സ്വാർത്ഥത പെരുകി മക്കളുടെ എണ്ണം കുറച്ചു കൊടുക്കും, മക്കളില്ലാതെ അത് തിരിച്ചു വരണം. ധാരാളം മക്കളുണ്ടാകും, അതാണ് ഐശ്വര്യം. മാതാപിതാക്കളുടെ സമ്പത്ത് മക്കളാണെന്നുള്ള കാര്യം പറയും. നമ്മൾ ബാങ്കിലെ പൈസയോ വാങ്ങിക്കൂട്ടിയോ സ്ഥലമോ ഉണ്ടാക്കിയ കെട്ടിടങ്ങളോ ഒന്നുമല്ല. മാതാപിതാക്കളുടെ സമ്പത്ത് മക്കളാണ്. ധാരാളം മക്കളുണ്ടാകും. ദൈവങ്ങൾ അനുഗ്രഹിക്കട്ടെ. അവർണ കുറേ നാളുകൾ ഹൈദരാബാദ് സൊസൈറ്റിയിൽ സേവനത്തിൽ നിന്ന് നന്ദിയോടുകൂടി ഇവരുടെ നന്മയും ഇടയാകട്ടെ. അങ്ങേക്ക് പ്രതികരമായ ജീവിതം നയിക്കുവാനുള്ള അനുഗ്രഹം ഇവർക്ക് നൽകണമേ. ഇവരെ സ്നേഹത്തിലും ഐക്യത്തിലും കാത്ത് സംരക്ഷിക്കണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനേക്കും ശരിയായ അറിവോടും സ്വന്തമായ മനസ്സോടും പൂർണ്ണമായ
വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെടാൻ പാടുള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ഈ വിവാഹ നിശ്ചയം പരസ്യമായി പ്രഖ്യാപിക്കുന്ന അവസരം തിരുസഭ നിങ്ങൾ നൽകുകയാണ്. വിശുദ്ധായുടെ നിയമവും തിരുസഭയുടെ നടപടികളനുസരിച്ച് വിവാഹം എന്ന ഉദാശനയുടെ അപർണയെ നിന്റെ ഭാര്യയായി സ്വീകരിച്ചുകൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. അപർണ വിശുദ്ധായുടെ നിയമവും തിരുസഭയുടെ നടപടികളനുസരിച്ച് വിവാഹം എന്ന ഉദാശനയുടെ എബിനെ നിന്റെ ഭർത്താവായി സ്വീകരിച്ചുകൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനത്തിന് നിങ്ങൾ സാക്ഷികളാണ്. വിവാഹ വാഗ്ദാനം നടത്തിയ നിങ്ങളെ വിശുകാരികരിച്ച് ആശീർവദിക്കുകയും ഈ വാഗ്ദാനം നിറവേറ്റുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. സഭയെ വലതുവായി സ്വീകരിച്ച കർത്താവായ വിശുകാരെ വാഗ്ദാനം ചെയ്ത ഈ ദാസന്റെ രാജ്യത്തിന്റെ വലവയിൽ നീക്കണമേ. ഉടമയായ കുടുംബത്തിന്റെ നാഥനായ പ്രാർത്ഥനയുടെ വാഗ്ദാനത്തെ സഫലമാക്കട്ടെ. സകല വിശിഷ്ടരെയും ശിഷ്യ സഭയിലെ ശിഷ്യരുടെയും സംരക്ഷണവും സഹായമായിരിക്കട്ടെ. സകലത്തിനെയും നാഥനായിരിക്കും. ദൈവത്തിന്റെ പരിപാലനം നിങ്ങൾ ചെയ്തായി വാഗ്ദാനത്തെ അവിടുന്ന് നിന്റെ വചനത്താൽ ശക്തിപ്പെടുത്തുകയും സ്നേഹത്തിന്റെ കൽപ്പനയാൽ സുസ്ഥിരമാക്കുകയും കരുണയാൽ പൂർത്തിയാക്കുകയും ചെയ്യട്ടെ. യോജിപ്പിച്ച ദൈവം വാഗ്ദാനത്തെ വിശ്വാസത്തിലും സത്യത്തിലും സ്നേഹത്തിലും മനസ്സിന്റെ ഐക്യത്തിലും ഉന്നതമാകട്ടെ. ഇഷ്ടമായ പ്രാർത്ഥനയോടും ആത്മീയമായ ഒരുക്കത്തോടുകൂടെ വിവാഹം ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. നിങ്ങളെയും നിങ്ങളെ സ്നേഹത്തിൽ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുമണത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവസംബന്ധമായി അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. He said, let's get out of this town, drive out of the city, away from the crowds. I thought heaven can help me now, nothing lasts forever, but this is gonna take me down. He's so tall, handsome as hell. He's so bad, but he does it so well. I see the end as it begins, my one. So ladies and gentlemen, please put your hands together for the happy couple. Ebi and Agarna, please come onto the stage. Standing in a nice dress, staring at the sunset, babe. Red lips and rosy cheeks. Say you'll see me again, even if it's just in your wildest dreams. Aditani, our handsome groom, Ebin Matthew, is currently working at Amazon. His late father, Matthew, is fondly remembered, while his mother, Molly, is a homemaker. Ebin has an elder sister named Riya Pradesh, a brother named Shavin, and a younger sister named Albi. ഇത്രയും പേര് ഏറെ സ്നേഹത്തോടെ നല്ലൊരു കൈയടിയോട് കൂടി ഈ ഒരു വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് കം ടു ദി സ്റ്റേജ്. Molly Pride works as an admin at Cox Tower, UK. Her father is Joy James and her late mother Daisy Joy is fondly remembered. She also a brother named Alvin Joy. ഇത്രയും പേരെ ഏറെ സ്നേഹത്തോടെ മനോഹരമായ സ്റ്റേജിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് കം ടു ദി സ്റ്റേജ്. And now this time for candle lighting ceremony. Now I humbly invite you, Ibn and Abarna, to light the lamp together and creating the circle of love. ലോകത്തിന്റെ പ്രകാശമായ ദൈവത്തിന്റെ മുൻപിൽ എന്നും ഇവർ രണ്ടുപേരും പ്രകാശകരായി തിളങ്ങി നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും തിരി തെളിയിക്കുന്നതിന് വേണ്ടി നമ്മുടെ ക്യൂട്ട് കപ്പിളിനെയും അവരുടെ ഫാമിലിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. പ്ലീസ്. I said no one has to know what we do. His hands are in my hair, his clothes are in my room, and his voice is a familiar sound. Nothing lasts forever, but this is getting good now. He's so tall, handsome as hell. He's so bad, but he does it so well. And when we've had our very last kiss, my last request is, say you'll remember me,
Standing in a nice dress, staring at the sunset, babe. Red lips and rosy cheeks. Say you'll see me again, even if it's just in your wildest dreams. Wildest dreams. Say you'll remember me, standing in a nice dress, staring at the sunset, babe. Red lips and rosy cheeks. Say you'll see me again, even if it's just pretend. I feel like I'm walking on water since the day that I asked your father to let go of his daughter. So give me your blessing, sir. I'll give her all that I've got. It doesn't look like much, but it sure feels like a lot. Let her take my heart and take my hand. Take my heart and take my hand. Take my heart and take my hand again and again. Right where we stand. I never really know what love is, but whatever it is, I feel it in your kiss. You waltzed in like somebody planned it all. I feel right where I belong. My knees are weak, my heart is strong. So give me your word, and I'll give you all I got. No, we don't have much, but it sure feels like a lot. So take my heart and take my hand. Take my heart, take my hand. Take my heart and take my hand again and again. Right where we stand. Take my heart and take my hand. I'll be your lover. I remember when I met you, I didn't wanna fall. Felt my hands were shaking, 'cause you looked so beautiful. I remember when you kissed me, I knew you were the one. All my hands were shaking when you played my favorite song. I don't know why, but every time I look into your eyes, I see 1,000 falling shooting stars. And yes, I love you. I can't believe that every night you're by my side. Promise I'll stay here till the morning and pick you up when you're falling, when the rain gets rough, when you've had enough. I'll just sweep you off your feet and fix you with my love, my only one, my only one. Tell me how you do it, I can barely breathe with the smile you get. You got the best of me, and all I really want is to give you all of me. Tell me how you do it, how you bring me back to life, then make my heartbeat stop. I can't take it, I don't know why, but every time I look into your eyes, I see 1,000 falling shooting stars. And yes, I love
el rostro